സിനിമ എന്ന് പറഞ്ഞ് എടുത്തവന്റെ അവന്റെ മൂക്കിലാണ് ആദ്യം അടിക്കുക. വേണമെങ്കിൽ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ആൾക്കാർ ഉറങ്ങുന്ന ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം തരൂ. ஓடவும் முடியாது ஒளிவும் முடியாது அந்த ஆட்டம் போய் பாரு அந்த ടോം ആൻഡ് ജെറി ആട്ടം. ഇമോഷണൽ സീൻസ് ഒക്കെ കിടന്ന് ചിരിക്കുകയായിരുന്നു. എന്റെ സൈഡിൽ നിന്ന് ചേട്ടന്മാരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. എടാ സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. എന്താ ചെയ്യാ, പക്കാ മാസം ഇറങ്ങണം, സൂപ്പറാ இருக்கும். அதோட ஃபர்ஸ்ட் பார்ட்டோட கண்டினியூஷன் நல்லா கொண்டாந்துருக்காங்க. ரெண்டு கனெக்ஷன் இருந்துச்சு, எல்லாமே காட்டியிருந்தாங்க, நல்லா இருந்துச்சு. ഇടയ്ക്ക് വെച്ച് ഞാൻ ഉറങ്ങിപ്പോയി, സത്യം പറയാം. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ഇടയ്ക്ക് വെച്ച് ഞാൻ നല്ല രീതിയിൽ ഉറങ്ങിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും അടിപൊളിയാണ് സംഭവം. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിട്ട് പൊട്ടുന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ വിലയോടെ ഈ പടം ഇറക്കി അവർ കളഞ്ഞു. പ്രതീക്ഷയില്ല. പെർഫോമൻസ് ഇല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നേരെ ഇല്ല, സ്ക്രീൻ പ്ലേ ഇല്ല, ഒന്നുമില്ല പടത്തില്. എന്റെ ചങ്കിലാ കൊള്ളുന്നത് ഓരോരുത്തന്മാര് കളിയാക്കുമ്പോ നല്ല பிரமாதமா இருக்கும் படம், அருமையா இருக்கும். എന്റെ അമ്മോ, എ ക്ലാസ് ക്രിഞ്ച്. കണ്ടിപ്പാ എതിർപ്പാക്കുറോം, വെയിറ്റിംഗ്. ഇത്രയും കിടന്ന് വലിച്ചഴച്ച് നീട്ടി ഇല്ലാണ്ടാക്കിയത്. ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞ് അവനെ വേദനിപ്പിക്കരുത്. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്നുമില്ല, സത്യം മുണഞ്ഞ പടം. കൊള്ളൂല്ല, ഒരു കാശിലും എന്തെങ്കിലും വേണ്ട. കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട. എന്നാടാ പന്നെ വെച്ചിരക്ക മച്ചാ, പന്നെ വെച്ചിരക്ക. വനത്തെ കഞ്ഞില്ലേ ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? படம் ரொம்ப சூப்பரா இருக்குங்க, அட்டகாசமா இருக்கு. படம் பார்க்கலாம். ஃபர்ஸ்ட் பார்ட்டுக்கும் செகண்ட் பார்ட்டுக்கும் சம்பந்தமே இல்லை. ஏனே படம் சரியில்லை. ஏனே நல்லா വികാരങ്ങളിലെ വിസ്ഫോടനങ്ങളോ വിജൃംഭങ്ങളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ്. ഇപ്പൊ എടുത്തതിൽ ഏറ്റവും വേസ്റ്റ് മൂവി ആയിരുന്നു. ഇതിനേക്കാളും ബാലയ്യയുടെ വീരസിംഹ റെഡ്ഡി എന്നൊരു പടമുണ്ട്, അതിട്ട് കണ്ടു കഴിഞ്ഞാൽ സമയം പോകും. ബാബാല ഇനി എന്നെ ഏത് ഏടാ കൊടുത്ത് ചാടിക്കാനുള്ള പ്ലാനും കൊണ്ടാണ് നീ വന്നിരിക്കുന്നത്? 1-2 ആഴ്ച വെയിറ്റ് ചെയ്ത് ഇന്ത്യൻ ട്രെയിലർ വരും, അത് കണ്ടാ മതി. ഇത് കാണരുത്. സംഭവം എന്തത് ഭ്രാന്തായവന്മാർക്ക്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്ന മാനേജ്മെന്റിനാണ് ആദ്യം അടിക്കുന്നത്.